140 കോടി ജനങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അതിൽ വെറും 64 കോടി ജനങ്ങൾക്ക് മാത്രമാണ് മന്ത്ലി ഇൻകം ഉള്ളത്, അതായത് വരുമാനം ഉള്ളത്. അതിൽ വെറും 8% മാത്രമാണ് മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം കിട്ടുന്നത്. അതായത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വെറും 5 കോടി ആളുകൾക്ക് മാത്രമാണ് മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഇനി 3 ലക്ഷം രൂപ കിട്ടുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ വെറും 1% അല്ലെങ്കിൽ അതിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് 3 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നത്. 5 ലക്ഷം നോക്കുകയാണെങ്കിൽ അത് വീണ്ടും 0.3% കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 10 ലക്ഷം നോക്കുകയാണെങ്കിലോ വെറും 0.1% മാത്രമാണ് 10 ലക്ഷം വരുമാനം ഉള്ളത്. അതായത് വെറും 6,40,000 പേർക്ക്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ലോവർ ഇൻകം ലെവൽസിൽ മില്യൺസ് ഓഫ് ആളുകളായിരിക്കും നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് ഒരേ ജോബിനും ഒരേ ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയിട്ട്. ഇവർക്കെല്ലാം ഏകദേശം ഒരേ സ്കിൽസ് ആയിരിക്കും, സിമിലർ ഡിഗ്രീസ് ആയിരിക്കും, അതുപോലെ സിമിലർ മൈൻഡ് സെറ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലെവലിൽ ക്രൗഡഡ് ആയിരിക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പ്രയാസമാകുന്നത്. പക്ഷേ ഇൻകം മുകളിലേക്ക് പോകുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നുള്ളൂ, സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറാവുന്നുള്ളൂ, അത്രയും നാൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പൊ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ കുറഞ്ഞു വരും, അതിനനുസരിച്ച് അവർ മുകളിലേക്ക് പോകും. ഇനി എന്തുകൊണ്ടാണ് അധികം ആളുകളും അവർ ഉൾക്കൊള്ളുന്ന ആ ഒരു ഇൻകം ബ്രാക്കറ്റിൽ നിന്ന്, ആ ഒരു ഇൻകം കാറ്റഗറിയിൽ നിന്ന് മുകളിലേക്ക് പോകാൻ സാധിക്കാത്തതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ചിന്താഗതി ഉയരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന ഏറ്റവും മുകളിലുള്ള 1% ആളുകൾ അവർ 24 മണിക്കൂറും ജോലി ചെയ്തിട്ടൊന്നുമല്ല ഈ പണം ഇത്രയും സമ്പാദിക്കുന്നത്. അവർ ഹൈ വാല്യൂ സ്കിൽസ് പഠിക്കുന്നു, അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള മണി ഡിസിഷൻസ് അവരെടുക്കുന്നത് കുറവാണ്. അപ്പോൾ അവരുടെ ഇൻകം ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്റൻഷനൽ ആണ്, ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതല്ല. അവരുടെ ഡിഗ്രി അല്ല, അവരുടെ സ്കിൽസ് ആണ്, അവരുടെ മൈൻഡ് സെറ്റ് ആണ് അവിടെ കൂടുതൽ പ്രാധാന്യം. ഇപ്പൊ ഡബിൾ PhD എടുത്ത ഒരാളെക്കാളും വളരെയധികം സമ്പന്നരായിട്ടുള്ള 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ആളുകളുണ്ട്. അത് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് പറയാം. ഡോളി ചായ്വാല എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അയാളുടെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ PhD എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, എന്നിട്ട് ബേസിക് സ്കെയിൽ സാലറി വർക്ക് ചെയ്യുന്നു. ഈ 10ാം ക്ലാസ് തോറ്റ ഡോളി ചായ്വാല എന്ന് പറയുന്ന ആളുടെ വരുമാനം എന്ന് പറയുന്ന കോടികളാണ്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ പലതരത്തിലുള്ള ഫ്രാഞ്ചൈസികൾ അയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. അയാളുടെ ഒരു ചെറിയ ബിസിനസ് സംരംഭത്തിൽ നിന്ന് തുടങ്ങിയാണ്. അപ്പൊ അവിടെ മാറ്റർ എന്ന് പറയുന്ന അയാളുടെ സ്കില്ലാണ്, അയാൾ എത്രത്തോളം അതിനെ ബിസിനസ് വൽക്കരിച്ചു എന്നുള്ളതാണ്. അയാൾ ചെറിയൊരു സ്ഥാപനമായിട്ട് തുടങ്ങി, അയാൾ അവിടെ ചിന്തിച്ചു ഇതിനെ എങ്ങനെ എനിക്ക് വളർത്താം, എങ്ങനെ ഇതിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ അയാളോട് പ്രയോഗിച്ചു, അത് സക്സസ് ആയി. ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ മുകളിലേക്ക് കൊണ്ടുവരാൻ, നമ്മളെ ഈ പറയുന്ന പോലെ ചെറിയ ആ ഒരു പെർസെന്റേജിലേക്ക് നമ്മളെ എത്തിക്കാൻ നമുക്ക് പ്രയോജനപ്രദമാകുന്ന സ്കിൽസ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് വളരെ പ്രധാനപ്പെട്ട സ്കില്ലാണ്. സെയിൽസ് ആൻഡ് നെഗോഷിയേഷൻ, ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ, ഫിനാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, പേഴ്സണൽ ബ്രാൻഡിങ്. ഇതൊക്കെ ഈ ഡോളി ചായ്വാല നോക്കുകയാണെങ്കിൽ അദ്ദേഹം പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന കാര്യമൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ സ്കിൽ എത്രത്തോളം റെയർ ആണോ അത്രത്തോളം വളരെ ചെറിയ ആളുകളുമായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പൊ അത്രത്തോളം നിങ്ങൾക്ക് ചാൻസസ് കൂടുതലാണ്. ഇനി ഈ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്? സമ്പന്നരായിട്ടുള്ള ആളുകളിലേക്ക് പോകുമ്പോൾ അവർക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഇതെങ്ങനെ ഇവിടെ മാറ്റി സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാന്നുള്ളതല്ല, ഈ 10 ലക്ഷം കൊണ്ട് എങ്ങനെ 20 ലക്ഷം രൂപ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള പല ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് അവർ കണ്ടുപിടിക്കും. പല ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ പല നല്ല റിട്ടേൺസ് കിട്ടുന്ന അസറ്റുകളിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ റിസ്ക് പേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം കുറവാണ്. അതിൽ കൂടുതൽ ആളുകളും വളരെ സേഫ് ആയിട്ട് കരുതപ്പെടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലൊക്കെയാണ് അവരുടെ പണം നിക്ഷേപിച്ചു വെക്കുന്നത്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അറിയാൻ നമുക്ക് വളരെ ചെറിയതായിട്ടുള്ള റിട്ടേൺസ് ആണ്, 6%, 6.5% ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസും അതിന്റെ ടാക്സും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണം കുറഞ്ഞാണ് വരുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 10-12% മുകളിൽ റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ ബോണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ബോണ്ട്സ് എന്താണെന്ന് അറിയാനും ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ റിസ്കിനനുസരിച്ച് 9 മുതൽ 13.5% വരെ റിട്ടേൺസ് നൽകുന്ന ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റി നമുക്ക് നൽകുന്നത് പോലുള്ള റിട്ടേൺസ് അതിനേക്കാളും വളരെയധികം കുറവ് റിസ്കിൽ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഏജൻസീസ് AAA, BBB പോലുള്ള റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ബോണ്ടുകൾ കാണാൻ സാധിക്കും. അതുപോലെ റിസ്ക് കൂടുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന റിട്ടേൺസും അതിനനുസരിച്ച് കൂടും. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ലിങ്ക്ഡ് പ്രോഡക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടുമിക്ക എല്ലാ പ്രോഡക്ട്സും സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുപോലെ നിങ്ങൾ ഫോം 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂറിന്റെ ഭാഗത്ത് നിന്നുള്ള TDS റിഡക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ KYC ആൻഡ് പാൻ വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇൻവെസ്റ്റിംഗ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ താല്പര്യമുള്ളവർ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തൊരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ വരുമാനത്തിന് അപ്പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ജീവിത നിലവാരം.
ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളിൽ പലരിലും അവരുടെ ഇൻകത്തിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും അവരുടെ ചെലവുകൾ വർദ്ധിച്ചു വരുന്നത്. പക്ഷെ ഹയർ ഇൻകം ഗ്രൂപ്പ്സ് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ആണ്. അവരുടെ ലക്ഷറി ഒക്കെ ഡിലേ ചെയ്യും, അൺനെസസറി ആയിട്ടുള്ള EMIs കട്ട് ഓഫ് ചെയ്യും, സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ സമ്പാദിക്കുന്ന ആ ഒരു ക്ലാസ്സിലേക്ക് എത്തിയത്. അടുത്ത ഫാക്ടറാണ് കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ലക്ക്. ആളുകൾക്ക് ഇന്ന് പറയാൻ വളരെ എളുപ്പമാണ് ഹീസ് ലക്കി എന്നുള്ളത്. പക്ഷേ അങ്ങനെ അവൻ ലക്കിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള അവൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച്, അവൻ്റെ കൺസിസ്റ്റൻസിയെ കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം എന്നോട് തന്നെ എൻ്റെ ഫാമിലിയിലുള്ള കസിൻ ബ്രദേഴ്സൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ യൂട്യൂബ് ഒന്ന് സെറ്റ് ആകുന്നത്, എങ്ങനെ ഇതിലൊന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് കൊടുക്കുന്ന ഒരു മറുപടിയാണ്, ഇപ്പൊ ഇന്ന് നമുക്ക് വീഡിയോ ഇട്ട് നാളെ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഇപ്പൊ ഒരു വീഡിയോ 2 വീഡിയോ ഇട്ടിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല, നമ്മൾ കൺസിസ്റ്റന്റ് ആണ്. നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി മൈക്കിൽ, നല്ലൊരു ക്യാമറയിൽ, നല്ലൊരു ക്വാളിറ്റി വിഷ്വൽ, നല്ലൊരു ക്വാളിറ്റി ഓഡിയോ, ഇത് രണ്ടും യൂട്യൂബിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങളൊരു 100 വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യൂസ് കിട്ടില്ല, 2 വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യൂസ് കിട്ടില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ 100ാമത്തെ വീഡിയോ വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം 100 വീഡിയോ ഇട്ടിട്ടും നിങ്ങൾക്ക് അതിൽ രക്ഷപ്പെടുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ വെച്ച് ഉപേക്ഷിക്കാം. കാരണം ഇത് നിങ്ങളുടെ സമയം വെറുതെ കളയുന്നൊരു പരിപാടിയാണ്. പക്ഷേ ഈ 100 വീഡിയോ വരെ നിങ്ങൾ ആഴ്ചയിൽ 2-3 വീഡിയോ വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കും. ഉറപ്പായിട്ട് ഈ 100 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു 1-2 വീഡിയോ നിങ്ങളുടെ ക്ലിക്കാവും. അതിലൂടെ നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങൾ ആളുകളിലേക്ക് അറിയപ്പെടും, നിങ്ങൾക്ക് യൂട്യൂബിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു 2-3 വീഡിയോ ക്ലിക്കാവും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു 70 to 80% കൺസിസ്റ്റൻസിയും ബാക്കി ഒരു 20 to 30% നിങ്ങളുടെ കഴിവാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവ് എത്ര കൂടുന്നു എന്നനുസരിച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോയുടെ എണ്ണം കുറയും. അപ്പോൾ നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ്, നന്നായി പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ 100 വീഡിയോയുടെ ഒന്നും ആവശ്യമില്ല. ആദ്യത്തെ ഒരു 5 വീഡിയോയിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ക്ലച്ച് പിടിക്കും, നിങ്ങളുടെ ചാനൽ ക്ലിക്കാവും. അപ്പോൾ നമ്മുടെ കഴിവ് കുറയുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ തീരെ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ 100 വീഡിയോ 150 വീഡിയോ ഒക്കെ ഇടുമ്പോഴായിരിക്കും നിങ്ങളുടെ അത്യാവശ്യം ഒരു ഗ്രോത്ത് വരുന്നത്. നല്ലൊരു കഴിവുള്ള, ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരാളാണെങ്കിൽ ആദ്യത്തെ 1-2 വീഡിയോയിൽ തന്നെ ചിലപ്പോൾ രക്ഷപ്പെടും. അപ്പോൾ അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ റെയർ പെർസെൻറ്റേജിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് വളർത്തണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്സ് ഉണ്ടാവണം. ഇതിനെല്ലാത്തിനും പുറമെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. കൺസിസ്റ്റൻസി ഈസ് എ കീ ടു സക്സസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഒരു വീഡിയോ സക്സസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സക്സസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് നൽകി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബോൺസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വളരെ കുറഞ്ഞ റിസ്കിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാം. സേഫ്റ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ഫിക്സഡ് റിട്ടേൺസ്, അതിന് പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന ലിങ്കിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ട്രാൻസ്പെറന്റും റെഗുലേറ്റഡും ആയിട്ട് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഒരു 9 മുതൽ 13.5% വരെ റിലയബിൾ ആയിട്ടുള്ള ഫിക്സഡ് പാസീവ് ഇൻകം നിങ്ങൾക്ക് അതിലൂടെ നേടിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. So I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I'm Adil Hussain, signing off.